बरगद के आगे पीछे जाएगा। കാടിനെ ഇഷ്ടപ്പെടുന്ന, വന്യജീവികളെ ഇഷ്ടപ്പെടുന്ന, അവരുടെ ജീവിതം അടുത്തറിയാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളെയും ആകർഷിക്കുന്ന കാടാണ് പെഞ്ച്. പെഞ്ച് നാഷണൽ പാർക്കിലെ ഞങ്ങളുടെ അനുഭവങ്ങളും അവസ്മരണീയ നിമിഷങ്ങളുമാണ് നിങ്ങളുമായി ഈ വീഡിയോയിൽ ഞാൻ പങ്കുവയ്ക്കുന്നത്. മധ്യപ്രദേശിന്റെയും മഹാരാഷ്ട്രയുടെയും അതിർത്തിയിൽ സെൻട്രൽ ഇന്ത്യയുടെ ഹൃദയഭാഗത്താണ് പെഞ്ച് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഈ കാടിനെ മൗഗ്ലിയുടെ കാടെന്നും അറിയപ്പെടുന്നു. ആ പേര് ഒരു നിമിഷം എന്നെ എൻ്റെ കുട്ടിക്കാലത്തേക്കാണ് കൂട്ടിക്കൊണ്ടുപോയത്. ആ കാലത്ത് നമ്മുടെ പ്രദേശങ്ങളിൽ ഏതെങ്കിലും ഒരു വീട്ടിലായിരിക്കും TV ഉണ്ടാവുക. അവിടെ കുട്ടികളുടെ ഒരു നിര തന്നെ ഉണ്ടാവും ജംഗിൾ ബുക്ക് സീരീസ് കാണാൻ. 1831 സിയോണിൽ നിന്ന് 10 കിലോമീറ്റർ അകലെ ഒരു ഗ്രാമത്തിന് സമീപമുള്ള കാട്ടിൽ നിന്ന് ചെന്നായ്കൾ വളർത്തിയ ഒരു കുട്ടിയെ കിട്ടുകയുണ്ടായി. അത് ആ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട ചില ബുക്കുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് റുഡിയാൾ ക്ലിപ്പിംഗ് മൗഗ്ലി എന്ന കഥാപാത്രത്തിന് ജന്മം നൽകുന്നത്. ദി ജംഗിൾ ബുക്കിലെ നാടിന്റെ പശ്ചാത്തലം പെഞ്ച് ടൈഗർ റിസർവും അതിന്റെ പരിസര പ്രദേശങ്ങളുമാണ്. നവംബർ 5 വൈകുന്നേരമായിരുന്നു ഞങ്ങളുടെ ആദ്യ സഫാരി. രാവിലെ 6 മണി മുതൽ 11 മണി വരെയും വൈകിട്ട് 3 മണി മുതൽ 6 മണി വരെയുമാണ് സഫാരി ടൈമിംഗ്. സഫാരിക്കായി പ്രത്യേകം ജിപ്സികൾ ഉണ്ടാവും. ഡ്രൈവറും ഗൈഡും കൂടി ചേർത്ത് ഒരു ജിപ്സിയിൽ 6 സീറ്റുകളാണ് ഉണ്ടാവുക. ചില ജിപ്സികളിൽ 8 പേർക്ക് വരെയും പോകാം. പെർ ഹെഡ് ഒരാൾക്ക് 2000 രൂപയാണ് സഫാരിയുടെ ടിക്കറ്റ് നിരക്ക്. ഞങ്ങൾ 2 സഫാരിയായിരുന്നു ബുക്ക് ചെയ്തിരുന്നത്. ബുക്കിംഗ് നമുക്ക് ഓൺലൈനായി ചെയ്യാവുന്നതാണ്. കാട്ടിലെ ഞങ്ങളുടെ ആദ്യ സഫാരിയാണ്. വൈഫാണ് കൂടെയുള്ളത്. ഞങ്ങൾ വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു. മുന്നിൽ കാണുന്ന ഓരോ കാഴ്ചകളും അതിശയിപ്പിക്കുന്നതും വിസ്മയിപ്പിക്കുന്നതുമായിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. കാട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ ആവേശം ഞങ്ങളിൽ പ്രകടമായിരുന്നു. വന്യജീവികളെ അവരുടെ ആവാസ വ്യവസ്ഥയിൽ നേരിട്ട് കാണുക അത് വേറിട്ടൊരു അനുഭവമാണ്. കാട്ടുവഴികളിലൂടെയുള്ള യാത്ര അത് മനസ്സിന് കൂടുതൽ കുളിർമയേകും. എണ്ണമറ്റ മാനുകളുടെ മനോഹര സാന്നിധ്യമാണ് ഞങ്ങളെ ആദ്യം സ്വാഗതം ചെയ്തത്. അവയുടെ സൗന്ദര്യവും കാട്ടിൽ എവിടെയെങ്കിലും പെട്ടെന്നുണ്ടാകുന്ന ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ അവരിലുണ്ടാകുന്ന മാറ്റങ്ങളുമൊക്കെ ശരിക്കും ഏവരെയും ആകർഷിക്കുന്നവയാണ്. കാട്ടിനുള്ളിൽ പ്രവേശിച്ചപ്പോൾ തന്നെ ഗൈഡ് പറഞ്ഞിരുന്നു, ഈ കാട്ടിൽ നിങ്ങൾക്ക് ഒരുപാട് മാനുകളെ കാണാൻ കഴിയുമെന്ന്. ഈ കാട്ടിൽ 60% തേക്കു മരങ്ങൾ കൊണ്ട് സമൃദ്ധമാണ്. അപ്പോഴാണ് വെളുത്ത പെയിന്റ് അടിച്ച പോലെ തോന്നിപ്പിക്കുന്ന ഒരു മരം ശ്രദ്ധയിൽപ്പെട്ടത്. ഗോസ്റ്റ് ട്രീ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഓരോ സീസണിലും ഈ മരത്തിന്റെ കളർ മാറിക്കൊണ്ടിരിക്കും. കടുവകളെ കാണുക എന്ന ഒറ്റ ഉദ്ദേശത്തോടു കൂടി മാത്രം ഈ കാട്ടിലേക്ക് വരുന്നവരാണ് ഏറെയും. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന കപ്പിൾസിന്റെ 3ാമത്തെ സഫാരി ആയിരുന്നു അത്. ഒരു കടുവയെ പോലും കാണാൻ കഴിഞ്ഞില്ല എന്നുള്ള വിഷമത്തിലായിരുന്നു അവർ. അതുകൊണ്ട് അന്നത്തെ സഫാരിയുടെ മെയിൻ ലക്ഷ്യം ടൈഗറിനെ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു. ഇടയ്ക്ക് പാറക്കൂട്ടങ്ങൾ കണ്ടപ്പോൾ ഗൈഡ് പറഞ്ഞു, ലെപ്പേഡ് തണുപ്പ് മാറ്റാൻ ചിലപ്പോൾ ആ പാറക്കൂട്ടത്തിൽ വന്നിരിക്കാറുണ്ടെന്ന്. മാനുകളും മറ്റു മൃഗങ്ങളും പക്ഷികളുമൊക്കെ പുറപ്പെടുവിക്കുന്ന വാണിംഗ് കോളുകളാണ് ടൈഗറിനെ ട്രാക്ക് ചെയ്യാനുള്ള പ്രധാന മാർഗം. അപ്പോഴാണ് ഒരു കോൾ ഞങ്ങൾ കേട്ടത്. അവിടെ ചെന്ന് നോക്കിയപ്പോൾ പന്നിക്കൂട്ടത്തെ കണ്ടു പേടിച്ച മാനുകളായിരുന്നു അത്. കടുവകൾ മാത്രമല്ല, ഇന്ത്യൻ ലെപ്പേഡ്, സ്ലോത്ത് ബിയർ, ഇന്ത്യൻ വോൾഫ്, വൈൽഡ് ഡോഗ്, ഹയന, ഗോർ ഇവയെല്ലാം ഈ കാട്ടിലുണ്ട്. എന്നാൽ നമുക്ക് കൂടുതൽ കാണാൻ കഴിയുക പുള്ളിമാനുകൾ, നീൽഗായ്, കുരങ്ങുകൾ എന്നിവയൊക്കെ ആയിരിക്കും. വൈവിധ്യമാർന്ന നിരവധി പക്ഷികളെയും നമുക്കിവിടെ കാണാം. ഏകദേശം 6 മണി കഴിഞ്ഞപ്പോഴേക്കും
അന്നത്തെ ഞങ്ങളുടെ സഫാരി അവസാനിച്ചു. ടൈഗറിനെ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ആദ്യ സഫാരി എന്നും പ്രിയപ്പെട്ടതാണ്. അടുത്ത സഫാരി നാളെ രാവിലെയാണ്. ഒരുപാട് പ്രതീക്ഷകൾ ബാക്കിയാക്കി ഞങ്ങൾ റിസോർട്ടിലേക്ക് മടങ്ങി. ടൈഗർ ആൻഡ് വുഡ് എന്ന റിസോർട്ടിലാണ് ഞങ്ങൾ റൂം എടുത്തിരുന്നത്. ഇവിടെ കുറച്ച് കോസ്റ്റ്ലിയാണ്, എങ്കിലും സ്റ്റേ അടിപൊളിയായിരുന്നു. 1000 രൂപ മുതലുള്ള റൂമുകൾ ഇവിടെ അടുത്ത് ലഭ്യമാണ്. അടുത്ത ദിവസം രാവിലെ 5 മണിയായപ്പോഴേക്കും പാർക്കിന്റെ മെയിൻ ഗേറ്റിൽ ഞങ്ങളെത്തി. പെഞ്ച് കാട്ടിലേക്ക് പ്രവേശിക്കാൻ ഒരുപാട് ഗേറ്റുകളുണ്ട്. നാഗ്പൂർ സിറ്റിയിൽ നിന്നും ഇവിടേക്ക് ഏകദേശം 80 കിലോമീറ്റർ ദൂരമുണ്ട്. തുരിയ ഗേറ്റ് ആയിരുന്നു ഞങ്ങൾ സെലക്ട് ചെയ്തത്. രാവിലെയുള്ള സഫാരിയുടെ പ്രത്യേകത നമുക്ക് കൂടുതൽ സമയം കിട്ടുമെന്നുള്ളതാണ്. നല്ല തണുപ്പുണ്ട്. കാട് വളരെ നിശബ്ദമാണ്. അങ്ങുമിങ്ങുമായി പക്ഷികളുടെ ശബ്ദം കേൾക്കാം. ഞങ്ങളുടെ ആദ്യ കാഴ്ച ഒരു കുറുക്കനായിരുന്നു. ഒരു മാൻകുഞ്ഞിന്റെ മാംസം കഴിക്കുന്ന ദൃശ്യമായിരുന്നു അത്. പുലികൾ രഹസ്യമായി വനങ്ങളിൽ അലഞ്ഞു നടക്കുന്നുണ്ടാകും. മടിയൻ കരടികൾ വനത്തിനുള്ളിൽ എവിടെയെങ്കിലും റെസ്റ്റ് എടുക്കുന്നുമുണ്ടാവും. ആകാശം വൈവിധ്യമാർന്ന പക്ഷികളാൽ അലങ്കരിച്ചിരിക്കുന്നു. അവയുടെ ഈണങ്ങൾ മരങ്ങളിൽ പ്രതിധ്വനിക്കുന്നുണ്ട്. ഞങ്ങൾ സഫാരി തുടർന്നു. കഴിഞ്ഞ ദിവസം കണ്ടത്ര മാനുകളെ ഒന്നും ഇപ്പോൾ കാണാനില്ല. പക്ഷികളാണ് ഏറെയും. അവിടെ നിന്നും ജെർഡോൺസ് ബാസ എന്ന ഒരു പക്ഷിയെ സ്പോട്ട് ചെയ്തു. പരുന്ത് പോലെ എന്ന് മാത്രമേ എനിക്കറിയാമായിരുന്നുള്ളൂ. ഗൂഗിൾ തപ്പിയപ്പോഴാണ് ഈ പേരൊക്കെ കിട്ടിയത്. ടൈഗറാണ് അടുത്ത ലക്ഷ്യം. വളവുകൾ തിരിയുന്ന സ്ഥലങ്ങളിൽ ജിപ്സി കുറച്ചു സമയം നിർത്തിയിടും. വാർണിംഗ് കോൾ എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ എന്നറിയാനാണ്. ഈ കാട് ഏറെ പ്രശസ്തമായത് കോളർ വാലി എന്നറിയപ്പെടുന്ന ഒരു ടൈഗറസിന്റെ പേരിലാണ്. 2005 അവളുടെ ജനനം. ഒരു ടൈഗറിന്റെ ശരാശരി ലൈഫ് ടൈം 12 വർഷമാണ്. പക്ഷേ ആ ടൈഗറസ് 17 വർഷം ജീവിച്ചു. മധ്യപ്രദേശിലെ ടൈഗർ പോപ്പുലേഷൻ വർദ്ധിപ്പിക്കുന്നതിൽ വളരെയധികം പങ്കാണ് ഈ ടൈഗറസ് വഹിച്ചിട്ടുള്ളത്. 8 പ്രസവങ്ങളിലായി 29 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി. അതിൽ 25 കുട്ടികളെയും വളരെ സേഫായിട്ട് വളർത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ബഡീമ, സൂപ്പർ മാം എന്നൊക്കെ ഈ ടൈഗർസിന് വിളിപ്പേരുണ്ട്. വേൾഡിൽ ഏറ്റവും ഫോട്ടോഗ്രാഫ് ചെയ്തിട്ടുള്ള കടുവകളിൽ ഒന്നാണ് കോളർ വാലി. കടുവകളെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ റേഡിയോ കോളർ ഘടിപ്പിച്ച ഈ കാട്ടിലെ ആദ്യ കടുവ എന്നുള്ള നിലയിലാണ് അതിന് കോളർ വാലി എന്നുള്ള പേര് ലഭിച്ചത്. കോളർ വാലി പെഞ്ച് സന്ദർശകരെ അപൂർവമായി മാത്രമേ നിരാശപ്പെടുത്തിയിട്ടുള്ളൂ. ഒരു ഭയവുമില്ലാതെ ടൂറിസ്റ്റ് വാഹനങ്ങൾക്കടുത്ത് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള കടുവയായിരുന്നു അത്. 2022 മരണം. ശവസംസ്കാരം എല്ലാ ആദരവുകളോടും കൂടി നടത്തപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന ആ നിമിഷം വന്നെത്തി. ഞങ്ങളുടെ മുൻപിലെ ജിപ്സിയിൽ വന്നവർ നദിയുടെ അപ്പുറത്ത് ടൈഗറിനെ മിന്നായം പോലെ ഒന്ന് കണ്ടു എന്ന് പറഞ്ഞു. ഞങ്ങളും അങ്ങോട്ടേക്ക് കണ്ണും നട്ട് നോക്കിയിരുന്നു. അപ്പോൾ അതാ ദേണ്ട പോകുന്നു ടൈഗർ. വെപ്രാളത്തിൽ ഞാൻ ക്യാമറ സൂം ചെയ്തു. അതിലൊന്നും കടുവ വലിയ വേഗത്തിലുള്ള നടത്തത്തിലാണ്. അപ്പോഴാണ് ഗൈഡ് പറഞ്ഞത്, ഈ കടുവ തീർച്ചയായും 5 മിനിറ്റിനുള്ളിൽ കാടിന്റെ മറ്റൊരു വശത്തുള്ള വഴിയിലൂടെ ക്രോസ് ചെയ്യുന്നു. 3 സഫാരി ജീപ്പുകൾ അങ്ങോട്ടേക്ക് കുതിച്ചു പാഞ്ഞു.
ഒരു സസ്പെൻസ് സിനിമയൊക്കെ കാണുന്ന ഒരു ആവേശമാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞങ്ങളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. बहुत स्पीड से चढ़ रही ना वो। हाँ वो ऐसा लग रहा है ये रोड क्रॉस करेंगे। ടൈഗർ വരുമെന്ന് പ്രതീക്ഷിച്ചു നിന്ന വഴിയിൽ 15 മിനിറ്റോളം കാത്തു നിന്നു. ടൈഗർ വന്നില്ല. पूरा दिन भी रुक सकते हैं। छोड़ दिया हमने। हम इधर गए कहाँ है? इधर की कैसे लाया क्या? ഞങ്ങൾ യാത്ര തുടർന്നു. പോകുന്ന വഴിയിൽ ഡ്രൈവർ പെട്ടെന്ന് ചാടി എണീറ്റ് ടൈഗർ ടൈഗർ എന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോൾ വേറെ സഫാരി ജിപ്സികളൊന്നുമില്ല, ഞങ്ങൾ മാത്രം. പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് കടുവ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ എല്ലാവരും ചാടി എണീറ്റു. ജിപ്സി ടൈഗറിനെ അടുത്ത് കാണുന്ന രീതിയിൽ അടുത്തേക്ക് ഒതുക്കി. ഞങ്ങളുടെയും വണ്ടിയുടെയും ശബ്ദം കേട്ടിട്ടൊന്നും അതിന് യാതൊരു കുലുക്കവുമില്ല. ഞങ്ങളെ ഒന്നും മൈൻഡ് ചെയ്യാതെ യാതൊരു കൂസലുമില്ലാത്ത നടത്തം. എന്താ ഗാംഭീര്യം! ഹോ, എന്താ സന്തോഷം! അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അങ്ങനെ ആ സന്തോഷത്തിൽ ഞങ്ങൾ സഫാരി തുടർന്നു. ഇനി കാണുന്നതെല്ലാം ബോണസാണ്. അപ്പോഴേക്കും 9 മണി ആയിക്കഴിഞ്ഞിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കാടിൻ്റെ തുറസായ ഒരു പ്രദേശത്ത് ഞങ്ങളെ കൊണ്ടുപോയി. ഒരുപാട് ജിപ്സികളിൽ വന്ന ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. രാവിലെ റിസോർട്ടിൽ നിന്നും പാക്ക് ചെയ്തു തന്ന ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്നും കഴിച്ച് വീണ്ടും ഞങ്ങൾ സഫാരി തുടർന്നു. ഒരു കൂട്ടം മാനുകളുടെ ജിപ്സിക്ക് മുന്നിലൂടെയുള്ള ക്രോസിംഗ്. ആ മനോഹര കാഴ്ചയോടുകൂടി ഞങ്ങളുടെ സഫാരി അവസാനിക്കുകയായിരുന്നു. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത നിമിഷങ്ങൾ സമ്മാനിച്ച പെഞ്ചിലെ കാടിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കും.